ഒരു കൺട്രോൾഡ് എൻവയൺമെൻറ്റിൽ ഇതേ സ്കിന്നുള്ള ഒരാളെ നിങ്ങൾ ഇതുപോലുള്ള സംഭവം ആക്കിത്തരാമോ? ഈ പറയുന്ന 7 ദിവസം കൊണ്ട് ആക്കിത്തരാൻ പറ്റുമോ? അങ്ങനെ ആക്കിത്തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ തരും. ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ. പേരഞ്ചുള്ളികൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം മൈ വേ ബൈ കല്യാണി എന്ന ഒരു ബ്യൂട്ടി വ്ളോഗറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ ഇടയിൽ ആദ്യം തന്നെ വന്ന കമൻറ്റ് നിള ഒഫീഷ്യൽ, അതിൻ്റെ പേരെന്താണ്, നിള ലൈഫ് സ്റ്റൈൽ മലയാളം, അങ്ങ് ഒരു ചാനലിനെ കുറിച്ച് റിവ്യൂ പറയാമെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ സംഭവം നേരത്തെ അറിയാൻ പാടില്ല. അതിനുശേഷം അടുത്തൊരു കമൻറ്റ് വന്നതും നിള ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അൺഎത്തിക്കലായ ചില രീതികൾ അത് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു റിവ്യൂ പറയാമെന്ന് ചാനൽ കണ്ട ഒരു വ്യക്തി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ ചാനൽ കാണാൻ തുടങ്ങിയത്. അപ്പോൾ ചാനൽ കാണാൻ തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 6 വർഷത്തോളമായി ഈ ചാനലുള്ളത്. ഏകദേശം 2300ഓളം വീഡിയോസ് ഇതിനകത്തുണ്ട്. ഈ 2300 വീഡിയോസ് കണ്ട് അതിൻ്റെ റിവ്യൂ പറയാമെന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആണ്. അതുകൊണ്ട് വളരെ റീസെൻ്റായ ചില കാര്യങ്ങളും അതേപോലെ തന്നെ പൊതുവിൽ ഞാൻ ഈ ചാനലിൽ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളും ചേർത്തിട്ടാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ നിള ലൈഫ് സ്റ്റൈൽ മലയാളം എന്ന് പറയുന്ന ഈ ചാനൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്കിൻ കെയർ, ഹെയർ കെയർ, ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതിൽ നിരന്തരമായിട്ട് പറയുന്ന സംഭവം ഇരുണ്ട ചർമ്മം എങ്ങനെ വെളുത്ത ചർമ്മമാക്കി മാറ്റാം, അല്ലെങ്കിൽ കളേർഡ് സ്കിൻസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഡാർക്ക് സ്കിൻസ് ഉള്ള ആളുകൾ എങ്ങനെ വെളുത്തവരാക്കി എടുക്കാം എന്നുള്ളതിലാണ് ഇവരുടെ പ്രധാനപ്പെട്ട. അതുകൂടാതെ തന്നെ പിന്നെ മുടി കൊഴിച്ചിൽ, അതുപോലുള്ള കാര്യങ്ങൾ. ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം, ഇവര് നല്ല ചുമക്കുള്ള മരുന്ന് വരെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ടിപ്സ് വരെ കൊടുത്തിട്ടുണ്ട്. ഇവർ ഡോക്ടറാണെന്ന് നോക്കുമ്പോൾ ഞാനിവിടെ പ്രൊഫൈൽ എടുത്ത് നോക്കി അതിൻ്റെ കണ്ടന്റ് കിടക്കുന്നത്. ഹായ് ഡിയേഴ്സ്, ദിസ് ഈസ് മൈ യൂട്യൂബ് ചാനൽ നിള ലൈഫ് സ്റ്റൈൽ മലയാളം. മൈ നെയിം ഈസ് റോഷ്നി. This channel is about mainly skincare and beauty tips, latest trends and fashion, kids specials and travel vlog, and do it by yourself. If you are my channel, do subscribe it. Bless me with your prayers. പിന്നെ ഡിസ്ക്ലെയിമർ എടുത്തിട്ടുണ്ട്. All informations given in this channel is only for the general purpose and not take a professional advice. All the information are based on my own experience and always take a path of test before applying anything on your body. ആ ഡിസ്ക്ലെയിമർ ഞാൻ വായിക്കാൻ കാരണം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മിസ്ലീഡിങ് ഇൻഫർമേഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള സംഗതിയല്ല എന്ന് തന്നെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു ജനറൽ പർപ്പസ് ആണ്, അല്ലാതെ ഒരു പ്രൊഫഷണൽ അഡ്വൈസ് അല്ല. എന്ന് വെച്ചാൽ ബൈ ഡിഫോൾട്ട് ഷീ ഈസ് നോട്ട് എ പ്രൊഫഷണൽ ടു സജസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നിങ്ങളുടെ സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങളുടെ ഹെയർ കെയറുമായിട്ട് ബന്ധപ്പെട്ട്, മുടിയുടെ നിറമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മുഖത്തിൻ്റെ നിറമായിട്ട് ബന്ധപ്പെട്ടോ സ്കിന്നിൻ്റെ നിറമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അഡ്വൈസ് തരാൻ ഒരു പ്രൊഫഷണലായ വ്യക്തിയല്ല. ഇത് എത്ര പേര് വായിച്ചിട്ടുണ്ട്? ഈ ചാനൽ കാണുന്ന എത്ര പേര് ഈ സംഭവം വായിച്ചിട്ടുണ്ട്? ഈ ഡിസ്ക്ലെയിമർ ഇവിടെ മാത്രം ഇട്ടിരിക്കുന്നത് ആളുകൾ ഇത് ശ്രദ്ധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. വേറെ നിങ്ങൾ ഏത് വീഡിയോയും എടുത്ത് നോക്കി അവിടെ ഒരിടത്തും ഈ ഡിസ്ക്ലെയിമർ അവർ കാണിക്കില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയില്ല. അതിലേക്ക് നമുക്ക് വരാം. ഇതിൽ ആദ്യം ഇവർ ഉപയോഗിച്ചിരിക്കുന്ന തന്ത്രം, ഈ വീഡിയോസ് മൊത്തം നിങ്ങളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇരുണ്ട് വന്നിരുന്ന എൻ്റെ സ്കിൻ വെളുത്തു വരുന്നു, ആലോവേര ഒരു തുള്ളിയുടെ ഒരാഴ്ച കൊണ്ട് ഡേ 1 ഒരു ഇരുണ്ട നിറമുള്ള സ്കിന്നാണ്, ഡേ 7 നല്ല വെളുത്തൊരു സ്കിൻ കാണിച്ചിരിക്കുന്നു. കുഴിയും കുരുവും പാടും മാറി നിറം വെക്കാനായിട്ട് അവിടെയും കുറെ മുഖക്കുരുള്ളൊരു ചിത്രം കാണിച്ചിരിക്കുന്നു. ഇപ്പുറത്തേക്ക് ഒരു വെളുത്ത മുഖം കാണിച്ച് ഇങ്ങനെ മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7 ദിവസം കൊണ്ട് കറുത്ത് കരുവാളിച്ച സംഭവം മാറ്റി അവിടെയും കൊടുത്തിരിക്കുന്ന ഒരു പിക്ചർ നിറയെ മുഖക്കുരുവുള്ള ഡാർക്കായിട്ടുള്ള ഒരു സ്കിൻ കാണിച്ചിട്ട് തൊട്ടിപ്പുറത്ത് 7 ദിവസം കൊണ്ട് നല്ല വെളുത്ത സ്കിൻ ആവുന്ന ഒരു ചിത്രം ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ചാലഞ്ച്. ഇപ്പോൾ തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കയ്യിലും കാലിലും ഒക്കെ ഇത്തിരി ഇരുണ്ട നിറമുള്ള അല്ലെങ്കിൽ കളർ കുറഞ്ഞൊരു സംഭവം കാണിച്ചിട്ട് ഇപ്പുറത്ത് നല്ല ബ്രൈറ്റായ വെളുത്തുള്ള സംഭവം കാണിക്കുന്നു. അതായത് ഇത്തരത്തിൽ സ്കിൻ ടോൺ ഉള്ള അവർക്ക് ഒരു അപകർഷതാബോധമുണ്ട്. അവർക്ക് എപ്പോഴും ആഗ്രഹം നമ്മുടെ നാട്ടിലൊരു കൺവെൻഷൻ അങ്ങനെയാണല്ലോ, വെളുത്തിരുന്നാളുണ്ടെങ്കിൽ സൗന്ദര്യമുണ്ട് എന്നുള്ളതാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മാറിക്കിട്ടും കേട്ടോ. കുറേ നാൾ കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഈ വെളുത്തിരിക്കുന്നതിനകത്ത് പോലും നമുക്ക് സൗന്ദര്യം ഇല്ല എന്നുള്ള കാര്യം കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. സൗന്ദര്യം എന്ന് പറയുന്നത് വെളുപ്പ് മാത്രമല്ല, അത് കുറെ കൂടെയൊക്കെ ഒരാളുടെ ഫീച്ചേഴ്സ്, അയാളെ സ്വയം പ്രസന്റ് ചെയ്യുന്നതിനൊക്കെ ചേർന്നിട്ട് വരുന്ന സംഭവം എന്നുള്ളത് കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഒരു ടീനേജ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമില്ലാത്തൊരു വ്യക്തിക്കൊക്കെ എപ്പോഴും അപകർഷതാബോധം, ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കുന്ന സംഗതിയാണ് സ്കിന്നിൻ്റെ കളറ്, മുടിയില്ലാതിരിക്കുന്ന അവസ്ഥയൊക്കെ സംഭവം. ഈ അപകർഷതാബോധത്തെ വിറ്റ് കാശാക്കുന്ന ഒരു ചാനലാണെന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ലുക്ക് റിവ്യൂ. ഇനി ഇതിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 7 ദിവസം മുന്നെയാണ് കേട്ടോ. കറുത്ത് കരുവാളിച്ചോ 7 ദിവസം കൊണ്ട് മുഖം കഴുത്ത് വെളുക്കും. ആ റെഡ് കളർ എനിക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം മുഖം കഴുത്ത് വെളുക്കും 7 ദിവസം കൊണ്ടാവുന്ന പറഞ്ഞിരിക്കുന്നത്. ഇത് 7 ദിവസം മുന്നിട്ടിരിക്കുന്ന വീഡിയോ ആണ്. ഈ സംഭവം
നിങ്ങൾ ഇവരുടെ ഓൾഡസ്റ്റ് വീഡിയോ എടുത്ത് നോക്കുക. ഞാൻ വളരെ ലൈവായിട്ട് റെക്കോർഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്, അല്ലാതെ ഇത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് മാറ്റുന്നതല്ല. ഞാൻ ഈ സംസാരിക്കുമ്പോൾ തന്നെ ഇത് ലൈവായിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ചുമ, അലർജിയൊക്കെ അതിനൊക്കെ ചികിത്സയുണ്ട് ഇവരുടെ അതിനകത്ത്. മുഖക്കുരുവിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയ ഒരു സംഭവം തന്നെ. ഇതിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത് നാച്ചുറൽ ഗ്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന 6 വർഷം മുന്നേയുള്ള ഒരു വീഡിയോ ഉണ്ട്. മുഖക്കുരുവും പാടുകളുമാണോ പ്രശ്നം, ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോ. ഈ ഫോട്ടോ തന്നെയാണ് 7 ദിവസം മുന്നേ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. അതായത് 6-7 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഒരു സംഭവം. അന്ന് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഞാൻ മനസ്സിലാക്കുന്നത് പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ലേബറുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു അവരുടെ ശരീരത്തിൽ വന്നിട്ടുള്ള വ്യത്യാസം, മുഖക്കുരു വരുന്നത് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ടോണിൽ വ്യത്യാസം വന്നത്, ശരീരത്തിൽ വന്ന വ്യത്യാസം. ഈ ഫോട്ടോ വെച്ചിട്ടാണ് കഴിഞ്ഞ 6 വർഷമായിട്ടും ഒരേ കാര്യം തന്നെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത് ഈ 6 വർഷം മുന്നെയാണെന്ന് പറയുമ്പോൾ അതിനകത്തൊരു റീസൺ ഉണ്ട് ഞാൻ പറയാൻ കാരണം. ഇതിൽ മൊത്തം അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2300 വീഡിയോസാണ് ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ഏകദേശം ഒരു 1.4 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിൽ 2300 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറേ തൃശ്ശൂർ പൂരം കാണാൻ പോയതും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ആ സംഭവം ഒരു 300 വീഡിയോസ് ഉണ്ടെന്ന് നമുക്കണ്ട് ഒഴിവാക്കാം. ഒരു 300 വീഡിയോസ് അങ്ങനെ പോയെന്ന് വിചാരിക്കാം. 2000 ബ്യൂട്ടി ടിപ്സ് ഇവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് ടു ഇവരുടെ ഡിസ്ക്രിപ്ഷൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒന്ന് നോട്ട് ചെയ്യണമെന്നുള്ളത്. ഓൾ ദി ഇൻഫർമേഷൻസ് ആർ ബേസ്ഡ് ഓൺ മൈ ഓൺ എക്സ്പീരിയൻസ്. ഞാൻ സ്വയം പരീക്ഷിച്ച് മനസ്സിലാക്കിയ റിസൾട്ടാണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇനി 2000 ടിപ്സ് ഇവർ നൽകണമെന്നുണ്ടെങ്കിൽ മിനിമം 7 ദിവസമാണല്ലോ പറയുന്നത്. 7 ദിവസം കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നാണ് പറയുന്നത്. മുഖത്തിൻ്റെ സ്കിന്നിൻ്റെ കളർ മാറ്റാൻ പരീക്ഷിച്ചിട്ടുള്ളത്. ഫോട്ടോസ് 6 വർഷം മുമ്പുള്ളതെന്ന് വിചാരിക്കണം. 2000 ഇൻറ്റു 7 ദിവസം, 2000 മൾട്ടിപ്പിൾഡ് ബൈ 7 ദിവസം, 14000 ദിവസം വേണം ഈ 2000 ടിപ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കണ്ടുപിടിച്ച് മൈ ഓൺ എക്സ്പീരിയൻസ് ആക്കാൻ, എൻ്റെ സ്വന്തം അനുഭവമാക്കിയെടുക്കാൻ നിങ്ങൾക്ക് വേണ്ടത് 14000 ദിവസങ്ങളാണ്. ഒരു വർഷത്തിൽ 365 ദിവസമുണ്ട്. അതിന് നമ്മൾക്ക് ഈ 14000 ദിവസത്തെ 365 ദിവസം കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ഇത് മൊത്തം നിങ്ങൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം 38 വർഷം എടുക്കും. 6 വർഷം മുന്നെയാണ് നിങ്ങൾ ഈ സംഭവം ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. 38 വർഷമായിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത റിസൾട്ട്സ് ആണോ നിങ്ങളിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ടെസ്റ്റ് ചെയ്യാൻ ഈ 2000 ടിപ്സ് നൽകാൻ നിങ്ങൾ എങ്ങനെയാണ് ഈ ബാക്ക് ടു ആ പ്രഗ്നൻസി പീരീഡ് സമയമാക്കി എടുക്കുന്നത് എങ്ങനെയാണ്, എനിക്ക് അതാണ് കൂടുതൽ അറിയേണ്ടത്. ഒരാഴ്ച കഴിയുമ്പോൾ, ഇതിപ്പോൾ ഞാൻ 7 ഡേയ്സ് കണ്ടിന്യൂസ് ആണ് പറയുന്നത്. ഒരാൾ ഇപ്പോൾ ഇവർ പറയുന്നത് പോലെ മുഖക്കുരു, കറുത്ത പാടുകൾ, സ്കിന്നിന് കുറച്ച് ഇരുണ്ട നിറമായി, അതുകൊണ്ട് ഇവർ പറഞ്ഞ ടിപ്സ് അനുസരിച്ച് തേച്ച് 7 ദിവസം കൊണ്ട് വെളുത്തു. ഇത് വീണ്ടും തിരിച്ച് പഴയ സ്ഥിതിയിലായാലല്ലേ ഒന്നും കൂടി അടുത്ത ടെസ്റ്റ് നടത്താൻ പറ്റുള്ളൂ അല്ലേ? അപ്പോഴും ഈ പറയുന്ന 7 ദിവസം കൊണ്ട് പിന്നെ റിവേഴ്സ് വിചാരിക്കും. അങ്ങനെ നിങ്ങൾ മൊത്തം എടുക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 70 വർഷമെങ്കിലും നിങ്ങൾക്ക് വേണം ഈ ഫുള്ള് ടെസ്റ്റ് പരീക്ഷിച്ച് കണ്ടുപിടിക്കാനായിട്ട്. അത്രയും ടെസ്റ്റ് നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് നിങ്ങളിതെല്ലാം നിങ്ങൾ പരീക്ഷിച്ച് കണ്ടുപിടിച്ചാണെന്ന് പറയുന്നത്? അങ്ങനെയല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ 6 വർഷമായിട്ട്, ഞാൻ ഒന്നുകൂടെ അത് കാണിച്ചു തരാം. എന്താ 6 വർഷം മുന്നിട്ടിരിക്കുന്ന ഫോട്ടോയാണ് നിങ്ങൾ ഈ കാണുന്നത്. മുഖക്കുരും പാടുകളാണ് പ്രശ്നം. ഇതേ സംഭവം തന്നെയാണ് ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് വരുമ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതേപോലെയുള്ള വീഡിയോസ് തന്നെ 6 വർഷം മുന്നേയുള്ള അതേ ഫേസ് ചേഞ്ചസ് തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ കൊടുത്തിരിക്കുന്ന സംഭവം തന്നെ. 6 വർഷം നിങ്ങൾ നിരന്തരമായിട്ട് ഇതേ കളർ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ ഒരു പീരീഡിൽ നിന്ന് 7 ദിവസം നിങ്ങൾക്ക് മാറിയെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വീണ്ടും പഴയതുപോലാക്കി ഈ പരീക്ഷണം നടത്തുന്നത്? ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ചാണ് എൻ്റെ കൺസേൺ. സാമാന്യബോധം ഉപയോഗിച്ചാൽ ഇയാൾ എങ്ങനെ ഇത് പരീക്ഷിക്കും എന്നുള്ളത്. ഇത് കാണുന്ന ചില ആളുകൾ പറയാം, നിനക്കൊക്കെ ഇത് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഇതിനാ ചെയ്യുന്നത്, കണ്ടിട്ട് കണ്ടൽ വിട്ടാൽ പോരെ. ശരിയാണ്, എനിക്ക് സെൽഫിഷ് ആകാൻ കഴിയും, എനിക്ക് ഇതേമാതിരി ചെയ്താൽ മതി. അത് ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോട്ടെ. പക്ഷേ ഇതിൽ ഇങ്ങനെ കൂടി ഒന്ന് ചിന്തിക്കണമെന്ന് പറയാനായിട്ടാണ് ഇവരെ പറഞ്ഞു തിരുത്താൻ വേണ്ടി. ഇത് ഉപയോഗിക്കുന്ന ആൾ നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇവരെങ്ങനെയാണ് ഓരോ ആഴ്ചയും പുതിയ പുതിയ പരീക്ഷണം നടത്തുന്നത്, എങ്ങനെയാണ് ഇവരുടെ സ്കിൻ പഴയ പോലെ ആക്കിയിട്ട് തിരിച്ചിങ്ങനെ ആക്കുന്നത്, അതുകൂടി ഒന്ന് ചോദിക്കണം. അതിന് പറ്റുന്നൊരൊറ്റ വഴിയേ ഉള്ളൂ. ഒന്നുകിൽ ആ ഒരു കാലഘട്ടത്തിലെ കുറേ ഫോട്ടോസ് എടുത്ത് വെച്ചതിന് ശേഷം കുറേ കാലത്തിന് ശേഷം നിങ്ങളിങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ ആ ഫോട്ടോയും ഈ ഫോട്ടോ എടുത്ത് കാണിക്കാം. അല്ലെങ്കിൽ നല്ല 1-ാം തരം ഫിൽറ്റേഴ്സ് ഇടണം. ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അത് ഈ ആലോവേര ഉപയോഗിച്ചുള്ള ഒരു പരീക്ഷണമാണ്. ഈ കാണുന്ന ഹോഹോബ ഓയിലും അതേപോലെ ഇവരുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഞാൻ ഇവരുടെ ചാനൽ ഫോളോ ചെയ്തുകൊണ്ട് ആ നിള എന്ന് പറയുന്ന സംഭവം ഇവരുടെ പ്രൊഡക്റ്റ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവരുടെ നിള എന്ന് പറഞ്ഞാൽ ആലോവേര ജെല്ലും കൂടി ചേർത്ത് പുരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായം കുറയുമെന്നാണ് പറയുന്നത്.
അപ്പോൾ അതിൽ ഒരു ഇത് കാണിക്കുന്നുണ്ട്, എങ്ങനെ ഗ്ലോ ഉണ്ടാകുന്ന കാണിക്കുന്നത്. അതാണ് എന്നെ ചിരിപ്പിച്ചൊരു സംഭവം. ഗ്ലോ ഉണ്ടാകുന്ന വെച്ചാൽ ഒരു ലൈവായിട്ട് ആ സംഭവം കയ്യിൽ പുരട്ടിയ ശേഷം കാണിക്കുകയാണ്. ഈ കയ്യിൽ പുരട്ടിയപ്പോൾ ഗ്ലോ കണ്ടോ, ഈ കയ്യിൽ ഇപ്പോൾ ഗ്ലോ ഇല്ല എന്ന് പറയുന്നത്. ഇത് എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇരിപ്പുണ്ട്. ഈ മോയ്സ്ചറൈസർ, ഈ സംഭവം ഞാൻ ജസ്റ്റ് ഈ കയ്യിൽ ഇങ്ങനെ പുരട്ടിയതിന് കണ്ടെങ്കിൽ കയ്യിൽ ജസ്റ്റ് ഒന്ന് പുരട്ടാം. കയ്യിൽ ജസ്റ്റ് ഇങ്ങനെ പുരട്ടി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഇവിടെ പുരട്ടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കയ്യിൽ കുറച്ച് ഗ്ലോ വന്നായിട്ട് നമുക്ക് തോന്നും. അത് ഏത് മോയ്സ്ചറൈസർ പുരട്ടിയാലും തോന്നും. ഇപ്പോഴത്തെ കൈക്ക് വലിയ ഗ്ലോ ഒന്നും കാണില്ല. ഇതാണ് അവിടെ എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇത് ക്ലോസറായിട്ട് കാണിച്ചാൽ കുറച്ചുകൂടി മനസ്സിലാവും. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് പരീക്ഷിച്ചൊക്കെ കാണാൻ കഴിയും. ഈ ഗ്ലോ വരാൻ കാരണം ഈ മോയ്സ്ചറൈസറിൽ ഇപ്പോഴുള്ള വാട്ടർ കണ്ടന്റ്, ഓയിൽ കണ്ടന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഗ്ലോ കാണുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് നമ്മുടെ സ്കിൻ അബ്സോർബ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൊണ്ട് വേപ്പറൈസ്ഡ് ആയി പോകും. അതിനനുസരിച്ച് ഗ്ലോ കുറഞ്ഞു വരും. പക്ഷെ എന്നാലും കയ്യിൽ നമ്മൾക്ക് ഈ പറയുന്ന പോലെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ മോയ്സ്ചർ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ സംഭവം പറയുന്നതിനകത്തൊരു പ്രശ്നമുള്ളത്, ഇവർ പറയാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നിരന്തരമായിട്ട് ഈ പറഞ്ഞ എല്ലാ ദിവസവും കുളി കഴിഞ്ഞൊന്ന് നിരന്തരമായിട്ട് ഹോഹോബോ ഓയിൽ സ്കിന്നിൽ അപ്ലൈ ചെയ്യൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിനെക്കുറിച്ചൊരു കാര്യം ഇതിനകത്ത് പറയില്ല. ഈ ഹോഹോബോ ഓയിൽ എന്ന് പറയുന്ന സംഗതിയിൽ അടങ്ങിയിരിക്കുന്നത് യൂറിക് ആസിഡാണ്. ഈ യൂറിക് ആസിഡ് നിരന്തരമായിട്ട് നിങ്ങളുടെ സ്കിന്നിൽ പുരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ ഇത് അബ്സോർബ് ചെയ്യും. കുറേയൊക്കെ ഇത് അബ്സോർബ് ചെയ്ത് നിങ്ങളുടെ കയ്യിലൊരു ലെയർ ഫോർമേഷനൊക്കെ ഉണ്ടാകും. അത് ചെറിയൊരു സംഭവമാണ്. പക്ഷേ ഇത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആന്തരാവയവങ്ങൾ, പ്രത്യേകിച്ച് കിഡ്നി പോലുള്ള അവയവങ്ങളൊക്കെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ള കാര്യം ഇവരാരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. നിങ്ങളുടെ ശരീരപ്രകൃതി അനുസരിച്ച് യൂറിക് ആസിഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഓയിലിൻ്റെ ഉപയോഗം നിങ്ങളുടെ ആന്തരിക അവയവങ്ങളെ ബാധിക്കാൻ തുടങ്ങും. മാത്രമല്ല ഒരു നിരന്തരം പറയുന്ന കാര്യം, ഈ പ്രഗ്നൻസി പീരീഡ് അതേപോലെ പോസ്റ്റ് ഡെലിവറി പീരീഡിലൊക്കെ ഒരു ശരീരത്തിന് മാറ്റം വന്നതാണല്ലോ. അങ്ങനെ അതിൽ നിന്ന് മാറാൻ വേണ്ടി ഉപയോഗിച്ച ടെക്നിക്സ് എന്ന രീതിയിലൊക്കെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഈ പറയുന്ന ഓയിൽ പ്രഗ്നൻസി പീരീഡിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാർക്ക് അത്ര നല്ലതല്ല എന്നാ പറയുന്നത്. എൻ്റെ ആഫ്റ്റർ എഫക്ട്സിൽ പറയുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ, ഒരു സ്കിൻ കെയർ സ്പെഷ്യലിസ്റ്റിൻ്റെ നിർദ്ദേശത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സ്കിൻ കെയർ നമുക്ക് ആവശ്യമാണ്, ഹെയർ കെയർ നമുക്ക് ആവശ്യമാണ്. വേണ്ടാത്ത അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. കാരണം നമ്മളുടെ ബോഡിയും നമ്മുടെ ഹെയറും അന്തരീക്ഷവുമായിട്ട് നിരന്തരം, നമ്മുടെ അറ്റ്മോസ്ഫിയറുമായിട്ട് നിരന്തരം ഇൻട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് എക്സ്പോസ്ഡ് ആയിരിക്കുന്ന, റിയാക്ട് ചെയ്യുന്ന ശരീരഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കെയർ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇതുപോലെ ഞാൻ തന്നെ പരീക്ഷിച്ച് എന്ന് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫിൽറ്റർ മാറ്റിയതിന് ശേഷം ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ഫോട്ടോ എടുത്തതിന് ശേഷം ഈ ഫോട്ടോയിൽ കാണുന്ന സംഭവം 7 ദിവസം കൊണ്ട് ഇങ്ങനെയായെന്ന് പറയുന്ന സംഭവങ്ങൾ എടുത്ത് പരീക്ഷിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സ്കിൻ കെയർ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അവരുടെ കൺസൾട്ടേഷൻ എടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ണി എന്ന് പറയുന്ന ഒരു വ്ളോഗർ ചെയ്തിട്ടുണ്ട്. അത് കാണുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. മറ്റൊന്ന്, ഇവരെല്ലാവരും തന്നെ കൃത്യമായിട്ട് അവർ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഇവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഈ ടിപ്സ് എല്ലാം അങ്ങോട്ട് മാറിയും മറിച്ചും പരീക്ഷിച്ചിട്ടല്ല. അവരെല്ലാവരും കൃത്യമായിട്ട് ഒരു സ്കിൻ കെയർ സ്പെഷ്യലിസ്റ്റിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവരുടെ മുഖത്ത് പുരട്ടുന്ന സാധനങ്ങൾ, എക്സ്റ്റേണലി അവർ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, കഴിക്കുന്ന ഭക്ഷണം, അവരുടെ ജീവിത സാഹചര്യം, മുറിയുടെ അകത്ത് അടച്ചിരിക്കുന്നവരുടെ ഒരു സ്കിൻ കളറും തോന്നുന്ന സ്കിൻ കളറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ പ്രീ ഡിഗ്രി 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്തൊക്കെ നിരന്തരമായിട്ട് നമ്മൾ അവസരം കിട്ടി അപ്പോഴൊക്കെ പുറത്തിറങ്ങും. ശനിയും ഞായറും അല്ലെങ്കിൽ അവധി ദിവസങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും പുറത്തു പോകും. നട്ടാറും വെയിലത്തു നിന്നൊക്കെയാണ് കളിക്കുന്നത്. അങ്ങനെ കളിച്ചു വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും ടാൻ ഉണ്ടാവും, സ്കിൻ കളർ മാറും. അങ്ങനെ ഇരുന്ന് ഞാൻ വെക്കേഷൻ കഴിഞ്ഞിട്ട് നേരെ സെമിനാരിലേക്ക് പോയി. സെമിനാരിയിലെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടിന് പുറത്തിറങ്ങും പോലുമില്ല. എല്ലാം അവിടെ തന്നെ, പഠിക്കുന്നത് അവിടെ തന്നെ, ഉറങ്ങുന്നതും ഉണ്ണുന്നതും എല്ലാം ആ സെമിനാരിയുടെ അകത്താണ്. പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യം ആകെ വരുന്നത് ശനിയാഴ്ച നമ്മൾ വർക്കിങ്ങിന് വേണ്ടി പുറത്തിറങ്ങണം. നമ്മൾ വീടൊക്കെ പറമ്പൊക്കെ കിളക്കാൻ നമ്മൾ പുറത്തിറക്കും. അതേപോലെ ഗാർഡനിങ് ഉള്ള കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം 4 മണിക്ക് 5 മണി വരെ വർക്ക് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ആ സമയത്ത് ഗാർഡനിങ്, നേരത്തെ പറഞ്ഞ പോലെ പറമ്പിൽ പണിയെടുക്കുക കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴേക്കും സൂര്യൻ ഒരുമാതിരി താഴ്ന്നു പോയിട്ടുണ്ട്. പിന്നെ ഈ സെമിനാരി എന്ന് പറയുന്ന ഒരുപാട് മരങ്ങളും നല്ല അത്യാവശ്യം തണലുള്ള സ്ഥലമാണ്. വളരെ കുറച്ച് പ്രദേശത്തൊക്കെ ആയിരിക്കും ഭയങ്കര വെയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വെയിലിനോടുള്ള നമ്മുടെ എക്സ്പോഷർ വളരെ കുറവായിരിക്കും. അങ്ങനെ ഇരുന്ന് ഞാൻ ഒരു വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ പറഞ്ഞു, ആ കൊള്ളാലോടെ നീ വെളുത്തിട്ടുണ്ടല്ലോ. വെളുക്കാനുള്ള കാരണം എന്താ? എൻ്റെ സ്കിന്നിന് ഈ പറയുന്ന വെയിലിട്ടാത്ത എക്സ്പോഷർ ഇല്ല, അതുകൊണ്ട് സംഭവിച്ചാണ്. അപ്പോൾ സെമിനാരി പോകുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എടുത്ത് വെക്കുകയും അതിനുശേഷം വേറൊരു ഫോട്ടോ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ഈ മരുന്ന് തേച്ചിട്ടാണ് ഇങ്ങനെ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഈ ലോകത്ത് ആൾക്കാരുണ്ടാവും. ഇനി മാത്രമല്ല, നിങ്ങൾ വീഡിയോ എടുക്കുന്നതിൻ്റെ വെട്ടം, ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, നല്ല ബ്രൈറ്റ് ലൈറ്റ് ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് ഞാൻ വ്യത്യാസം ഈ വീഡിയോ തന്നെ കാണാം. ഇപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് എൻ്റെ സ്കിന്നിൽ നല്ല വെട്ടമുണ്ട് അല്ലേ. ഇപ്പം ഇവരകത്ത് കാണിച്ചതുപോലെ ഞാൻ ഡാർക്കായി കാണിച്ചു തരാം. ഇപ്പോൾ നോക്കുമ്പോൾ
എൻ്റെ സ്കിന്ന് ഡാർക്കായി കൂടി. ഈ മോഡിലാണ് ഞാൻ സാധാരണ ഇതിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും പറ്റും, കുറക്കാനും പറ്റും. കാരണം എൻ്റെ അടുത്ത് 2 ലൈറ്റുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ സ്കിന്നിൻ്റെ ടോൺ മറ്റൊന്നായിരിക്കും. ഇതൊക്കെ കാണിച്ചിട്ടാണ് എൻ്റെ സ്കിൻ മുന്നേ ഇങ്ങനെയായിരുന്നു ഇപ്പോൾ ഇങ്ങനെയായി എന്ന് പറയുന്നത്. എന്തായാലും ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ നിള ലൈഫ് സ്റ്റൈലിന് മുമ്പിൽ ഒരു ചാലഞ്ച് വെക്കുകയാണ്. ആ ചാലഞ്ച് ഇതാണ്. നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയണം. 7 ദിവസം കൊണ്ട് ഇങ്ങനെ മാറുമെന്ന് പറഞ്ഞാൽ ചില ചാലഞ്ചസ് ഇട്ടുണ്ട്. അപ്പം നിങ്ങളുടെ മുന്നിൽ ഞാൻ വെക്കുന്ന ചാലഞ്ച് ഇതാണ്. ഒരു കൺട്രോൾഡ് എൻവയൺമെൻറ്റിൽ നിങ്ങൾക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? 7 ദിവസം കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന മുഖം ഇങ്ങനെ ആക്കി തരാമോ? ഇരുണ്ട് വന്നിരുന്ന എൻ്റെ സ്കിൻ, അതായത് നിങ്ങൾ 19 hours കിട്ടിയിരിക്കുന്ന ഒരു സംഭവമാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം കുക്കുംബറോ ചെറുപറോ ആലുവരന്തൊക്കെ അരച്ചിട്ട് മുഖത്തിടുന്ന സംഭവമാണ്. ഒരു കൺട്രോൾഡ് എൻവയൺമെൻറ്റിൽ ഇതേ സ്കിന്നുള്ള ഒരാളെ നിങ്ങൾ ഇതുപോലുള്ള സംഭവം ആക്കിത്തരാമോ? ഈ പറയുന്ന 7 ദിവസം കൊണ്ട് ആക്കിത്തരാൻ പറ്റുമോ? അങ്ങനെ ആക്കി തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ തരും. ഇത് വെറുതെ പറയുന്നതല്ല. ആ ടോണിലുള്ള ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ആൺകുട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ ഈ ടോണിലേക്ക് ഒരാഴ്ച കൊണ്ടാക്കി തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ 7 ദിവസത്തെ ചാലഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ നിങ്ങൾ ഇട്ടിരിക്കുന്ന എല്ലാം 7 ദിവസത്തെ ചാലഞ്ചുകളാണ്. ആ 7 ദിവസത്തെ ചാലഞ്ച് കൊണ്ട് ഇങ്ങനെ ആക്കി തരുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ തരും. ഇതേപോലെ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുക്കാനുള്ള അവസരം തരില്ല. സാധാരണ ലൈറ്റിൽ ഒരു ഫിൽറ്ററും ഇല്ലാതെ വീഡിയോ എടുത്ത് ആദ്യത്തെ ദിവസവും 7ാമത്തെ ദിവസവും ആദ്യത്തെ ദിവസത്തെ സംഭവം, അതിനുശേഷം 7 ദിവസം ശേഷം വന്ന സംഭവം, അങ്ങനെ ചെയ്ത് നിങ്ങൾക്കിത് കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുക്കുന്ന ദിവസം നിങ്ങളുടെ പേരിൽ ആ ചെക്ക് എഴുതിയിട്ട് ഒരു തേർഡ് പാർട്ടിക്ക് നമ്മൾ കൊടുക്കാം. ഇനി ഈ ചലഞ്ചിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് പൈസയൊന്നും തരണ്ട. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.